ഇനി ഈ വീട്ടിൽ സച്ചിയുടെ പേര് പറയുന്നത് പോലും സൂക്ഷിച്ചു വേണം. ചിപ്പിമോൾ എന്തേലും കേട്ടാൽ അത് അപ്പം തന്നെ സച്ചി അറിയിക്കും. അവനെ തീർക്കാതെ എൻ്റെ മോക്ക് പോലും സമാധാനം കിട്ടില്ല. കത്തിച്ച് കടലിൽ കലക്കിക്കളയും ഞാൻ. മാഡം ശരിക്കും ഒരു പെൺപുലി തന്നെയാ. മാഡത്തിന്റെ ഈ ബുദ്ധിക്ക് മുന്നിൽ ആരായാലും തോറ്റുപോകും. അർച്ചനയ്ക്ക് നാളെ ഓർമ്മ തിരിച്ചു കിട്ടിയാൽ പോലും അവൾക്ക് തിരിച്ചു വരാൻ ഒരിടം ബാക്കിയുണ്ടാവരുത്. എന്റെ പ്ലാൻ ക്ലിയർ ആണ് മൂർത്തി. സച്ചി കൊല്ലപ്പെടും, അനിയൻ ജയിലിലും ആവും. വാടക വീട്ടിൽ നിന്ന് എല്ലാത്തിനെയും ഇറക്കി വിടും. എങ്ങോട്ടും പോവാൻ ഇടവില്ലാതെ എല്ലാം കൂടെ അങ്ങനെ തെരുവിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഇതൊക്കെ കണ്ടും കേട്ടും ഭ്രാന്ത് പിടിച്ചവൾ അർച്ചന തെരുവിൽ അലയുന്നത് എനിക്ക് കാണണം. അതാണ് മൂർത്തി ഈ അവന്തികയുടെ പ്രതികാരം. മോളെന്താ ഇവിടെ? മോൾ ഉറങ്ങിയില്ലേ? അമ്മ എന്തിനാ സച്ചിയങ്കിളിനെ കൊല്ലൂന്ന് പറഞ്ഞേ? പാവ സച്ചിയങ്കിള് എന്ത് തെറ്റാ ചെയ്തേ? അത് അമ്മയും അങ്കിളും ഇത്രയ്ക്ക് ചീത്തയാണോ? അയ്യോ ചിപ്പിമോളെ, അത് ഞങ്ങളൊരു കഥ പറഞ്ഞതാ. ഇതിപ്പോ നമ്മുടെ വീട്ടിലെ കാര്യമല്ലല്ലോ, അല്ലേ മാഡം? അതെ അതെ. അമ്മ കള്ളം പറയാ. ഞാൻ ഇത് സച്ചിയങ്കിളോട് പറയും. അയ്യോ മോളമ്മയെ തെറ്റിദ്ധരിച്ചതാ. അമ്മയും അങ്കിളും കൂടി ഒരു കഥ പറഞ്ഞതല്ലേ. വാ, അമ്മ മോളെ കിടത്തി ഓർക്കാം. ഇല്ല, അമ്മ കള്ളം പറയാ. എനിക്ക് പേടിയാവുക. സച്ചിയങ്കിൾ എന്തെങ്കിലും പറ്റിയാ ഞാൻ ആരടുത്തും മിണ്ടില്ല. മോളെ, അമ്മ മോളെ ഉറക്കിയിട്ട് വന്നതല്ലേ, എന്നിട്ട് എന്തിനാ എണീറ്റ് വന്നേ? എന്തായാലും എണീറ്റതല്ലേ, ഒരു കാര്യം ചെയ്, ഈ പാല് കുടിക്കാം. മോളെ എന്നിട്ട് ഈ പാല് കുടിച്ചേ. മോളെ എഴുന്നേറ്റേ, എന്നിട്ട് ഈ പാല് കുടിച്ചേ. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? അമ്മ എന്താ അങ്കിളിനോട് പറഞ്ഞേ? എന്തു പറഞ്ഞു? ആരുടെയോ ഓർമ്മ നഷ്ടപ്പെട്ട കാര്യം. അമ്മയ്ക്ക് ആരോടാ ഇത്രയ്ക്കും ദേഷ്യം? അയ്യോ, അത് മോള് കേട്ടോ? അതൊക്കെ കേട്ടിട്ടാണോ അമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അത് അമ്മയുടെ ഒരു പഴയ കൂട്ടുകാരിയുടെ കാര്യാ. വാ മോളെ എഴുന്നേക്ക്. അവൾക്കേ പണ്ടൊരു അപകടം പറ്റി. പാവം കുറേ കാര്യങ്ങൾ മറന്നുപോയി. അവളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ നോക്കുമായിരുന്നു അമ്മയും അങ്കിളും. ആ ആന്റിയുടെ പേര് അർച്ചന എന്നാണോ? ഞാൻ കേട്ടു അമ്മ ആ പേര് പറയുന്നത്. അയ്യോ, എന്റെ മോക്ക് ഇത്രയും വലിയ ചെവിയാണോ? കൊള്ളാലോ. അതെ മോളെ, അർച്ചന എന്നാണ് അവളുടെ പേര്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആരെയും കൊല്ലുന്ന കാര്യം പറഞ്ഞതോ? സിനിമ കാണുമ്പോ പോലും ആളുകളെ കൊല്ലുന്ന കാണുന്ന എനിക്ക് പേടിയാ. ദേ, അമ്മയ്ക്കും അത് വലിയ പേടിയാ. പക്ഷെ അമ്മയും ആന്റിയും കൂടെ പോയി കണ്ട സിനിമയില് അങ്ങനൊരു സീനുണ്ടായിരുന്നു.
ഒരാള് വേറൊരാളെ കൊല്ലുന്നു. അമ്മ അത് കണ്ടപ്പോ തന്നെ കണ്ണടച്ചിരുന്നു. പേടിച്ചിട്ട് പിന്നെ സിനിമ തീരുന്നത് വരെ അമ്മ കണ്ണു തുറന്നില്ല. ആ സിനിമയിലെ വില്ലനെ പാവം നായകനെ ഉപദ്രവിക്കാൻ നോക്കുന്നത് കണ്ടപ്പോ അമ്മയ്ക്ക് സഹിച്ചില്ല. അക്കാര്യം അമ്മതേ മൂർത്തിയങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലാതെ അമ്മയ്ക്ക് ഈ ലോകത്ത് ആരെങ്കിലും ഉപദ്രവിക്കാൻ പറ്റുമോ? മോളുടെ അമ്മ പാവമല്ലേ. മോള് പേടിച്ചു പോയോ? എനിക്ക് സച്ചിന്റെ കാര്യം എടുത്തപ്പോ പേടിയായി. അമ്മേ, അങ്കിളിനൊന്നും പറ്റില്ലല്ലോ? ഇല്ല, സച്ചിങ്കിൽ ആരും ഒന്നും ചെയ്യില്ല. ദേ മോളി പാല് കുടിക്ക്, എന്നിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. കുടിക്ക്. മതി അമ്മേ. മോളുടെ അമ്മ കൂടെയില്ലേ? പേടിക്കാതെ കിടന്നുറങ്ങിക്കോ. കിടക്ക. അമ്മയ്ക്കൊരു ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചിപ്പിമോളുടെ ഉള്ളിൽ സച്ചിയോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്ത് നൽകിയാണാവോ അവൻ എൻ്റെ മോളെ മയക്കിയെടുത്തത്. അവന്റെ കാര്യം പറയുന്നത് കേട്ടപ്പോൾ തന്നെ അവക്ക് സങ്കടമായി. ഇനി ഈ വീട്ടിൽ സച്ചിയുടെ പേര് പറയുന്നത് പോലും സൂക്ഷിച്ചു വേണം. ചിപ്പിമോൾ എന്തേലും കേട്ടാൽ അത് അപ്പം തന്നെ സച്ചി അറിയിക്കും. അവനെ തീർക്കാതെ എൻ്റെ മോക്ക് പോലും സമാധാനം കിട്ടില്ല. ദൈവമേ, എന്റെ സച്ചിട്ട്